ലേവ്യ പുസ്തകം 5-ാം അധ്യായം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനും ആകുന്നു. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരമായി സത്യം ചെയ്യുന്നതുപോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുത്തൻ തൻ്റെ അധരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അവനത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും. ആ വക കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്നവൻ ഏറ്റുപറയണം. താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാട്ടിനെ പാപയാഗമായി കൊണ്ടുവരേണം. പുരോഹിതൻ അവനുവേണ്ടി അവൻ്റെ പാപം നിമിത്തം പ്രായശ്ചിത്തം കഴിക്കണം. ആട്ടിൻകുട്ടിക്ക് അവന് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും യഹോവയ്ക്ക് കൊണ്ടുവരേണം. അവൻ അവയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. അവൻ പാപയാഗത്തിനുള്ളതിനെ മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ചു പറിക്കണം. എന്നാൽ 2ആയി പിളർക്കരുത്. അവൻ പാപയാഗത്തിൻ്റെ രക്തം കുറെ യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ തളിക്കണം. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ പിഴിഞ്ഞുകളയണം. ഇത് പാപയാഗം. 2ാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിമിത്തം അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. 2 കുറുപ്രാവിനോ 2 പ്രാവിൻ കുഞ്ഞിനോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരേണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തുരുക്കം ഇടുകയും അരുത്. അവനൊരു പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം. ഇത് പാപയാഗം. ഇങ്ങനെ പുരോഹിതൻ ആ വക കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അതവനോട് ക്ഷമിക്കും. ശേഷിപ്പുള്ളത് ഭോജനയാഗം പോലെ പുരോഹിതന് ഇരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു പിഴച്ചു എങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരേണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5-1 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അതവനോട് ക്ഷമിക്കും. ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു. അവൻ തൻ്റെ കുറ്റം വഹിക്കണം. അവൻ അകൃത്യയാഗത്തിനായി നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരേണം. അവൻ അബദ്ധവശാൽ പിഴച്ചതും അറിയാതിരുന്നതുമായ പിഴയ്ക്കായി പുരോഹിതൻ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അതവനോട് ക്ഷമിക്കും. ഇത് അകൃത്യയാഗം. അവൻ യഹോവയോട് അകൃത്യം ചെയ്തുവല്ലോ. ലേവ്യ പുസ്തകം 6-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്കു പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്കു പറഞ്ഞ്
മനുഷ്യൻ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ചു കുറ്റക്കാരനായാൽ, താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്തു എടുത്തതോ ആയതൊക്കെയും മുതലോട് 5 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ മതിപ്പ് പോലെ ഊനമില്ലാത്ത ഒരു ആട്ടിൻകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടാക്കിയ വെണ്ണീർ എടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്ത് ഇടേണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ്സു ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഭോജനയാഗത്തിൻ്റെ പ്രമാണമാവിത്. അഹ്റോന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അതർപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തുരുക്കം മുഴുവനും എടുത്ത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാരും തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നേണം. അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത്. തൻ്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു. അത് പാപയാഗം പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം. അഹ്റോന്റെ മക്കളിൽ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശം ആകുന്നു. അതിനെ തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അഹരോന് അഭിഷേകം കഴിയുന്ന ദിവസം അവനും പുത്രന്മാരും യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടാവിത്. ഒരിടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടേണം. അത് കുതിർത്ത് കൊണ്ടുവരേണം. ചുട്ട കഷണങ്ങൾ ഭോജനയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം. എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനും യഹോവയ്ക്ക് ദഹിപ്പിക്കണം. പുരോഹിതൻ്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം. അത് തിന്നരുത്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് എന്തെന്നാൽ, പാപയാഗത്തിൻ്റെ പ്രമാണമാവിത്. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്തു വെച്ച് പാപയാഗമൃഗത്തെയും യഹോവയുടെ സന്നിധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അതർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്തു വെച്ച് അത് തിന്നേണം. അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്തു വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ച് എങ്കിൽ അത് തേച്ചു മഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ലേവ്യ പുസ്തകം 7-ാം അധ്യായം. അകൃത്യയാഗത്തിൻ്റെ പ്രമാണമാവിത്.
അത് അതിവിശുദ്ധം. ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗമൃഗത്തെയും അറുക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിൻ്റെ സകല മേധസ്സും, തടിച്ച വാലും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, മൂത്രപിണ്ഡം രണ്ടും, അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും, മൂത്രപിണ്ഡങ്ങളോട് കൂടെ കരളിന്മേലുള്ള വപയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ. പ്രായശ്ചിത്തം കഴിക്കുന്ന പുരോഹിതന് അത് ഇരിക്കണം. പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിൻ്റെ തോൽ ഇരിക്കണം. അടുപ്പത്ത് വെച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതന് ഇരിക്കണം. എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹ്റോന്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ പ്രമാണം ആവിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നു എങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവുകൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടു കൂടെ പുളിച്ച മാവുകൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. ആ എല്ലാ വഴിപാടിലും അതത് വകയിൽ നിന്ന് ഓരോന്ന് യഹോവയ്ക്ക് നീരാജനാർപ്പണമായിട്ട് അർപ്പിക്കണം. അത് സമാധാനയാഗത്തിന് രക്തം തളിക്കുന്ന പുരോഹിതന് ഇരിക്കണം. എന്നാൽ സ്തോത്രമായുള്ള സമാധാനയാഗത്തിൻ്റെ മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നേണം. അതിലൊട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത്. അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധാദാനമോ ആകുന്നുവെങ്കിൽ യാഗമർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നേണം. അതിൽ ശേഷിപ്പുള്ളത് പിറ്റന്നാളും തിന്നാം. യാഗമാംസത്തിൽ 3-ാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ടുകളയണം. സമാധാനയാഗത്തിൻ്റെ മാംസത്തിൽ ഏതാനും 3-ാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കുകയില്ല. അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല. അത് അറപ്പായിരിക്കും. അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം. ഇല്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം. എന്നാൽ അശുദ്ധി തൻ്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്ക് സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. മനുഷ്യൻ്റെ അശുദ്ധിയെയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെമ്മരിയാട്ടിൻ്റെയോ കോലാട്ടിൻ്റെയോ കാളകുടയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത്. താനേ ചത്തതിൻ്റെ മേധസ്സും പറിച്ചു കീറിപ്പോയതിൻ്റെ മേധസ്സും മറ്റ് എന്തിനെങ്കിലും കൊള്ളിക്ക, തിന്നുക മാത്രം അരുത്. യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ് ആരെങ്കിലും തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. വല്ല രക്തവും ഭക്ഷിക്കുന്നവനെ എല്ലാം അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നവൻ തൻ്റെ സമാധാനയാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം. സ്വന്തം കയ്യാൽ അവനത് യഹോവയുടെ ദഹനയാഗമായി കൊണ്ടുവരേണം. യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്യേണ്ടതിന് നെഞ്ചോടുകൂടെ മേധസ്സും കൊണ്ടുവരേണം. പുരോഹിതൻ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. എന്നാൽ നെഞ്ച് അഹ്റോനും പുത്രന്മാർക്കും ഇരിക്കണം. നിങ്ങളുടെ സമാധാനയാഗങ്ങളിൽ വലത്തെ കൈക്കുറക് ഉദർശാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. അഹ്റോന്റെ പുത്രന്മാരിൽ സമാധാനയാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ കൈക്കുറക് ഓഹരിയായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ സമാധാനയാഗങ്ങളിൽ നിന്ന് നീരാജനത്തിൻ്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും ഞാൻ എടുത്ത് പുരോഹിതനായ അഹ്റോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വതാവകാശമായി കൊടുത്തിരിക്കുന്നു.
ഇത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോവയുടെ ദഹനയാഗങ്ങളിൽ നിന്ന് അഹരോനുള്ള ഓഹരിയും അവൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരിയും ആകുന്നു. ഇസ്രായേൽ മക്കൾ അതവർക്ക് കൊടുക്കണമെന്ന് താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു. അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂരണയാഗം, സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള പ്രമാണം ഇതുതന്നെ. യഹോവയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായി മരുഭൂമിയിൽ വെച്ച് അരുളി ചെയ്ത നാളിൽ യഹോവ മോശയോട് സീനായി പർവ്വതത്തിൽ വെച്ച് ഇവ കൽപ്പിച്ചു. ദിവ്യ പുസ്തകം 8-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട്, നീ അഹരോനെയും അവനോട് കൂടെ അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേക തൈലം, പാപയാഗത്തിനുള്ള കാള, 2 ആട്ടുകൊറ്റന്മാർ, കൊട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വന്നുകൂടി. മോശ സഭയോട്, യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു. മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി. അവനെ ഉള്ളങ്കി ഇടുവിച്ച് നടുക്കെട്ടു കെട്ടിച്ച് അങ്കി ധരിപ്പിച്ച് ഏഫോദ് ഇടുവിച്ച് ഏഫോദിൻ്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി. അവനെ പതക്കം ധരിപ്പിച്ചു. പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു. അവൻ്റെ തലയിൽ മുടി വെച്ചു. മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. മോശ അഭിഷേക തൈലം എടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ 7 പ്രാവശ്യം തളിച്ചു. യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. അവൻ അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. മോശ അഹ്റോന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് നടുക്കെട്ട് കെട്ടിച്ച് തലപ്പാവും ഇടുവിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു. പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹ്റോനും പുത്രന്മാരും കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശ അതിന് രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു. ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു. അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു. കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം 2 അവയുടെ മേധസ്സും മോശ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ കാളയെയും അതിൻ്റെ തോൽ, മാംസം, ചാണകം എന്നിവയും അവൻ പാളയത്തിന് പുറത്തു തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. ആട്ടുകൊറ്റനെ കണ്ണം ഖണ്ഡമായി ഖണ്ഡിച്ചു. മോശ തലയും ഖണ്ഡങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. അവൻ അതിൻ്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി. മോശ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അവൻ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ചു. അവൻ അതിനെ അറുത്തു. മോശ അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹ്റോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. അവൻ അഹ്റോന്റെ പുത്രന്മാരെയും വരുത്തി. മോശ രക്തം കുറെ അവരുടെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി. ശേഷം രക്തം മോശ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം 2 അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവൻ എടുത്തു. യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരപ്പവും എണ്ണയപ്പവുമായ ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറകിന്മേലും വെച്ചു. അവയൊക്കെയും അഹ്റോന്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ചു. യഹോവയ്ക്ക് നീരാജനം ചെയ്തു. പിന്നെ മോശ അവയെ
അവരുടെ കയ്യിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു. ഇത് സൗരഭ്യവാസനയായ കരപൂരണയാഗം, യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ. മോശ അതിൻ്റെ നെഞ്ച് എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു. അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. മോശ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശെ എടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെയും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തെളിച്ചു. അഹ്റോനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു. അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും മോശ പറഞ്ഞത് എന്തെന്നാൽ, മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് പാകം ചെയ്ത് അഹ്റോനും പുത്രന്മാരും അത് തിന്നേണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരപൂരണത്തിൻ്റെ കൊട്ടയിലിരിക്കുന്ന അപ്പവും തിന്നുവിൻ. മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം നിങ്ങൾക്ക് കരപൂരണം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ 7 ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും ചെയ്തു.